നിയന്ത്രണം വിട്ട കാറിടിച്ച് ആലുവ റൂറൽ എസ്.പിയുടെ തോട്ടയ്ക്കാട്ടുകരയിലെ ക്യാമ്പ് ഓഫീസിന്റെ ഗേറ്റും മതിലും തകർന്നു. ഇന്നലെ രാത്രി 9:30-ഓടെയാണ് സംഭവം. കാർ ഓടിച്ചയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കനത്ത മഴയിൽ വീതി കുറഞ്ഞ റോഡിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപകടത്തെപ്പറ്റി ആലുവ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാഹനം നല്ല സ്പീഡിലായിട്ട് ആ മഴ കൊണ്ടൊരു പക്ഷേ എന്തെങ്കിലും ഡൈവേർഷൻ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നറിയില്ല. നല്ല ശക്തിയായിട്ടാണ് വന്ന് ഇടിച്ചത്. അത് പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ESOമാരും എല്ലാം കൂടെ വന്നു. അവർ വന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് ചെറിയൊരു പരിക്കുള്ള പോലെ മനസ്സിലായി. പെട്ടെന്ന് തന്നെ വണ്ടിയിലെടുത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഡോക്ടറെ കാണിച്ചിട്ട് അടിയന്തരമായിട്ട് വൈദ്യസഹായം കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്താണ് വിട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എൻ്റെ മകസൃതി വണ്ടി കൊണ്ടുപോയിട്ട് അതിനകത്തൊരു ലീഗൽ ആക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നാലും ആളിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ചികിത്സാ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ശ്രുതി, ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ആലുവ തോട്ടക്കാട്ടുകരയിലാണ് ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ ക്യാമ്പ് ഓഫീസ്. ഈ ക്യാമ്പ് ഓഫീസിൽ ന്റെ മുൻഭാഗത്തെ വഴിയിലൂടെ ഒരു വാഹനം അമിത വേഗതയിൽ വരികയും തുടർന്ന് ഈ ഗേറ്റ് ഇടിച്ച് നിൽക്കുകയുമായിരുന്നു. ഈ ഗേറ്റിനോട് ചേർന്നുള്ള മതിലും തകരുകയും ചെയ്തിട്ടുണ്ട്. കനത്ത മഴയും ഉണ്ടായിരുന്നു. കനത്ത മഴയിൽ അമിത വേഗതയിൽ ഈ വാഹനം വന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റോഡ് അത് വീതി കുറഞ്ഞ റോഡ് കൂടിയാണ്. എന്തായാലും ഈ സംഭവം നടക്കുമ്പോൾ SP അടക്കം ഈ ക്യാമ്പ് ഓഫീസിൽ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഗേറ്റിൽ നിന്ന് ഏതാണ്ട് മീറ്ററുകൾ ഉള്ളിലേക്കാണ് ഈ ക്യാമ്പ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ആലുവ റൂറൽ SP-യുടെ വീട്ടിലേക്ക് നിയന്ത്രണം വിട്ട കാറിടിച്ച് അപകടമുണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ.